സമസ്തയാവാൻ ശ്രമിക്കുക. ആത്മീയമായിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് നമ്മുടെ വിജയിക്കാനുള്ള വിജയപാത അത് സമസ്ത മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. അതിൽ അടിയുറച്ച് നമ്മൾ നിൽക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മുഷാവറിൻ്റെ ഉസ്താദുമാരെ സംശയിക്കുക, അവർക്കെതിരെ മോശമായിട്ട് പറയുക, അവർ നിൽക്കുന്നതിന് മുമ്പിൽ നമ്മൾ പോയി നിൽക്കുക. ഒരു ഇമാമത്ത് നിൽക്കുമ്പോൾ ഇമാമിൻ്റെ മുമ്പിൽ പോയിട്ട് ഞാൻ വലിയ പണ്ഡിതനെന്ന് പറഞ്ഞ് ഇമാമിൻ്റെ മുമ്പ് പോയിട്ട് ഞാൻ നിസ്കാരം ശരിയാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ മുഷാവറയിലുള്ള 40 ഉസ്താദുമാരെയും അവരെക്കാളും വലിയ ഉസ്താദാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുടെ സ്ഥാനം തീർച്ചയായിട്ടും പരാജയമായിരിക്കും. അപ്പോൾ അവരുടെ ബാക്കിൽ നിൽക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് സമസ്തയുടെ ഏത് ഘടകത്തിലുള്ള നേതാവാണെങ്കിലും നിലനിൽപ്പുണ്ടാവുള്ളൂ. അത് യൂണിറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും. അപ്പോൾ നമ്മൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അവരുടെ ആശയാദർശങ്ങളും അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ട് നിന്ന് ആ ഒരു ഡിസിപ്ലിനോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ. സ്വാഭാവികമായിട്ടും ഓരോ കാലഘട്ടത്തിലും പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാവും. 100 വർഷം മുമ്പ് നമുക്കറിയാം സമസ്ത രൂപീകരിക്കാനുള്ള കാരണം ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ അവർ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് കുറേ അപകടങ്ങൾ മനസ്സിലാക്കി അത് അവർ നടപ്പിലാക്കിയത് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് സമസ്ത രൂപീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് പുനർനിർമ്മിക്കും, അല്ലെങ്കിൽ ഓരോ 100 വർഷത്തിലൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അത് അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശുദ്ധി കലശം ചെയ്യുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇനിയൊരു 100 വർഷം കഴിയുമ്പോൾ ഇനിയും ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ വിധേയി ആശയമൊക്കെ ഇതിൽ വരുമ്പം അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരൊരു തീരുമാനം എടുക്കും. ആ തീരുമാനത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കൽ തന്നെയാണ് നമ്മുടെ കടമ. അതിൽ അടിയുറച്ച് നിൽക്കുക എന്നാണ്. അപ്പം ഇവരിങ്ങനെ തീരുമാനം എടുത്തോ, എന്നാൽ ആ തീരുമാനം നമ്മൾ പൊളിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ കൂടിയിട്ട് ഇത് പൊളിക്കാനുള്ള പണിയെടുക്കൽ. അപ്പോൾ അതിൻ്റെ കൂടെ അടിയുറച്ച് നമ്മൾ നിൽക്കുക. നമ്മുടെ പണ്ഡിതന്മാരെ, നമ്മുടെ നേതാക്കന്മാർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ശക്തിയും അവർക്ക് പകരുക എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകളുടെ കടമ. തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആഖിറമാണ്, അതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിലേക്കാണ് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മറ്റുള്ള ആളുകളെ കൊണ്ടുവന്ന് ആ ഒരു രീതിയിലേക്ക് ചിന്തിപ്പിക്കുവാനും പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ മോശപ്പെട്ട ചർച്ചകളും അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മൾ സമസ്തൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ സമസ്തയായിട്ട് അടിയുറച്ച് ആശയാദർശത്തിൽ നിലനിൽക്കാൻ സാധിക്കണം. അതിൽ നിന്ന് മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വ്യതിരിച്ച് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പരാജയത്തിലേക്ക് പോകും. അതുകൊണ്ട് സമസ്തയുടെ ലക്ഷ്യവും അതുപോലെ തന്നെ സമസ്ത നമുക്ക് മുന്നിൽ വെക്കുന്നത് ആത്മീയമായിട്ടും അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള വിധേയ പ്രസ്ഥാനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോടുള്ളൊരു ഫൈറ്റാണ്. അപ്പം അങ്ങനെയുള്ളതിനൊക്കെ എതിർത്തുകൊണ്ടും അതുപോലെ തന്നെ അവരൊക്കെ മുന്നേറിക്കൊണ്ടുമാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ 100% എല്ലാവരും സമസ്തയാവാൻ ശ്രമിക്കുക. ആത്മീയമായിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് നമ്മുടെ വിജയിക്കാനുള്ള വിജയപാത അത് സമസ്ത മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. അതിൽ അടിയുറച്ച് നമ്മൾ നിൽക്കേണ്ടതുണ്ട്. എനിക്ക് തന്നെ ഈ രീതിയിൽ നമ്മൾ നന്മയും അതുപോലെ തന്നെ സത്യസന്ധമാരായിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മളെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ പണ്ഡിതന്മാർക്ക്, നേതാക്കന്മാർക്ക് അവർക്ക് അവരുടെ പ്രവർത്തനത്തിലും ഇതിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവർക്ക് സപ്പോർട്ടും സഹായമൊക്കെ ചെയ്ത് വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. നമ്മുടെ യൂണിറ്റുകളിലൊക്കെ SKSF-ൻ്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുക. എല്ലാത്തിലും നമ്മൾ ശ്രദ്ധയും സൂക്ഷ്മതയും സത്യസന്ധതയും നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം ഇതുതന്നെയാണ് നമ്മുടെ വിജയം. മുസ്ലിങ്ങളെ മറ്റുള്ള ആളുകൾ നമ്മളെ കാണുന്നതും നമ്മളെ വിശ്വസിക്കുന്നതും ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും മുസ്ലിങ്ങളെക്കുറിച്ചൊരു മോശമായിട്ടുള്ള വർത്താനം ആരും പറയില്ല. കാരണം അവർ സത്യസന്ധന്മാരാണ്. അത് അവർക്ക് അങ്ങനെയുള്ള ഒരു കുറേ കാര്യങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ എന്ത് ഏൽപ്പിക്കാൻ പറ്റുന്ന ആളുകളാണ് എന്നുള്ളതാണ് നമ്മുടെ വിജയം. ആ ഒരു വിശ്വാസത നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ചതും ഇസ്ലാമിൻ്റെ തുടക്കത്തിലൊക്കെ അങ്ങനെയാണ് അതിൻ്റെ ഒരു പാരമ്പര്യം. അപ്പോൾ അത് അച്ചടക്കത്തോടു കൂടിയും അതുപോലെ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നമ്മൾ ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. പക്ഷെ എത്രയോ വഖഫ് ചെയ്ത ഭൂമികളൊക്കെ സമസ്തക്കാർ അല്ലെങ്കിൽ സുന്നികളിൽ നിന്ന് മാറിയിട്ട് വഹാബിസത്തിലൊക്കെ പോയി അവരുടെ സ്ഥാപനങ്ങളൊക്കെ കണ്ടമാനം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് പോവാത്ത രീതിയിലുള്ള ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മഹലുമായി ബന്ധപ്പെട്ടിട്ട് മഹലിൻ്റെ ആധാരം തുടങ്ങിയ കാര്യങ്ങൾ വരെ നമ്മൾ അതൊക്കെ ഉറപ്പ് വരുത്തി അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ ബൈലോയിൽ എങ്ങനെയാണ് പുതിയ കമ്മിറ്റിയിലുള്ള ആളുകൾ സുന്നത്ത് ജമാഅത്തുമായിട്ടുള്ള എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ടോ. ചില കമ്മിറ്റിയിലുള്ള ആളുകൾ മജ്ലിസ് നൂർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള നേർച്ചകൾ അല്ലെങ്കിൽ മറ്റു പരിപാടിയൊക്കെ ഉണ്ടാവും, ചില ആളുകൾ മാറി നിൽക്കുന്നതൊക്കെ കാണാം. കറക്റ്റായിട്ട് ആ മഹലിലുള്ള ആളുകൾ അറ്റൻഡ് ചെയ്യാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരെ കൊണ്ട് നിർബന്ധമായിട്ടും മഹൽ കമ്മിറ്റിയിലുള്ള ആളുകളെ അത് 10, 15, 20 ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും ആ എല്ലാ നേർച്ചയാവട്ടെ എല്ലാത്തിലും അവർ പങ്കെടുക്കേണ്ടതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ മഹൽ കമ്മിറ്റിക്കാരുടെ അവരുടെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഹലിൽ അനേകം ക്ലാസ്സുകൾ മിക്സ് ചെയ്തിട്ടുള്ള ജമാഅത്തും മുജാഹിദും എല്ലാം കൂടിയിട്ടുള്ള ഖുർആൻ ക്ലാസ് നടക്കുന്ന സ്ഥലമൊക്കെയുണ്ട്. അപ്പോൾ അത് അങ്ങനെ കുറേ വിഷയങ്ങൾ ഇന്ന്
എല്ലാം കൂടിയുള്ള ഒരു മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മളെ കമ്മിറ്റികളിൽ വരെ ഉണ്ടാവും അത് കുഴപ്പമില്ല, അപ്പോൾ ജമാഅത്തിൻ്റെ ക്ലാസ്സിൽ പോയാലെന്താ, അല്ലെങ്കിൽ മുജാഹിദിൻ്റെ ക്ലാസ്സിന് പോയാലെന്താ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ആ മഹൽ കമ്മിറ്റിക്ക് വിപരീതമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ശാന്തമായ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തേണ്ട കാലമാണ്.